ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോണത് നമ്മൾ ആഷിക കുട്ടി കോളേജിൽ ഫസ്റ്റായിട്ട് പോണതാണ്. അപ്പോൾ അവൾ ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ട്. അവൾക്ക് ട്രോളി വാങ്ങിക്കൊടുത്തത് അപ്പുറത്ത് അവളെ അണ്ണൻ്റെ ഭാര്യയൊക്കെ ചേർന്നാണ്. പിന്നെ എല്ലാം ഗിഫ്റ്റ് സാധനങ്ങളാണ് അവൾക്ക് കിട്ടിയത്. എല്ലാം ഗിഫ്റ്റ് കിട്ടിയതാണ്. തുണികളായാലും തുണി തച്ചത് കൊടുത്തതായാലും അടുത്ത് ചെരുപ്പ് വാങ്ങിക്കൊടുത്തത്, എണ്ണ കാച്ചി കൊടുത്തു വിടുന്നത്, സ്നാക്സ്, പിന്നെ എൻ്റെ സഹോദരങ്ങളൊക്കെ പൈസ കൊടുത്ത്, പിന്നെ അവളെ വലിയമ്മ പൈസ കൊടുത്ത്, അങ്ങനെ കുറേ ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്ത്. പിന്നെ സാധനങ്ങളൊക്കെ നമ്മളും ബാക്കിയുള്ള സാധനങ്ങൾ നമ്മളും വാങ്ങി. പിന്നെ ചെരുപ്പ് കടയിൽ പോയിട്ട് അവൾക്ക് എടുക്കാനുള്ള ബ്ലാക്ക് കളർ ഷൂ ആണ്. അവൾ എടുക്കുന്നത് വേറെ ചെരുപ്പുകളെല്ലാം എടുത്ത് ചുമ്മാ ഇട്ട് നോക്കിയതാണ്. ഒന്നും വാങ്ങിയില്ല. ആ ബ്ലാക്ക് കളർ ഷൂ മാത്രം തന്നെ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കണേ. പാക്കിങ് എല്ലാ സാധനങ്ങളും കാണിക്കാൻ പറ്റില്ല. കുറച്ച് സാധനങ്ങൾ തന്നെ ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇവള് നിറയെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണത്. പിന്നെ അടുത്തുകൂടി കടകളൊന്നും ഇല്ല. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്നതല്ലേ, അതുകൊണ്ടാണ് പിന്നെ ശരി അത്രയും കൊടുത്തു വിടാമെന്ന് വിചാരിച്ചത്. കുറച്ച് സാധനങ്ങൾ അടുത്ത് ആവശ്യം വന്നാൽ അവൾക്ക് അടുത്ത് പോകാനൊന്നും പറ്റില്ല. അവർ പുറത്തൊന്നും വിടൂല. അതുകൊണ്ട് ശരി കൊടുത്തു വിട്ടതാണ്. ഇത് നേരത്തെ എടുത്ത വീഡിയോ ആണ്. അവൾ പോണതിൻ്റെ അന്ന് തന്നെ എൻ്റെ ഫോൺ കീഴെ വീഴുന്ന കംപ്ലൈൻ്റ് ആയി. അപ്പം ഫോൺ ശരിയാക്കിയിട്ട് വന്നാണ് ഈ ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. പിന്നെ നമ്മുടെ ചർച്ചിലുള്ള പാസ്റ്റർ വന്ന് അവർ ഇറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥനയ്ക്കൊക്കെ വിളിച്ചിരുന്നു. അപ്പം കുറച്ച് നേരം പ്രാർത്ഥിച്ച് പിന്നെ അവർ അഡ്വൈസൊക്കെ കൊടുക്കുകയാണ്, എങ്ങനെയൊക്കെയാണ് അവിടെ ഇരിക്കാനെന്നൊക്കെ ഉള്ളത്. എന്നാൽ ആദ്യമായിട്ടല്ലേ ദൂരെ പോയി ഇരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് നേരം അഡ്വൈസൊക്കെ കൊടുക്കണേ. ചർച്ചിലാണെങ്കിൽ അവൾ കൊയറിലും സൺഡേസ് ക്ലാസ്സിനും ഒക്കെ ഉള്ളതാണ്. ഇനി നമ്മൾ ചർച്ചിൽ പോകുമ്പോൾ ആ കൊയർ പാടുന്ന സമയത്ത് അവളെ കാണൂല. പിന്നെ വീട്ടിലും അങ്ങനെ തന്നെ എപ്പോഴും ഉമ്മ വെച്ച് രാവിലെ എഴുച്ചത് മുതൽ എന്നെ ഉമ്മ വയ്ക്കാൻ തുടങ്ങി. എന്നെ അവളെ പപ്പ നിൽക്കുമ്പോഴായാലും ഉമ്മ വെച്ച് തുടങ്ങി രാത്രി വരെ ആവണം. അമ്മോ എന്ന് വിളിച്ച് എപ്പോഴും പറക്കേന്ന് തിരിയും. അങ്ങനെയുള്ള താത്തായ്ക്കും ഉമ്മ കൊടുക്കും, എപ്പോഴും താത്തായ്ക്കും ഉമ്മ കൊടുക്കും, എനിക്കും ഉമ്മ തരും. അവളെ പപ്പയാണെങ്കിൽ എങ്ങനെ കൂട്ടിക്കൊണ്ട് പോകണം എന്താ, പപ്പയും മോനുമാണ് പോണത് അവളെ കൂട്ടത്ത്. പപ്പയ്ക്ക് പിന്നെ വണ്ടിയിൽ പോയിട്ട് വരുമ്പം കാല് ചൊറിയാനും തല ചൊറിയാനും ചിലപ്പോൾ എണ്ണ തേച്ച് കൊടുക്കാൻ, തല മസാജൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ അവൾ വേണം. പിന്നെ അണ്ണാ നമുക്ക് രാത്രി എവിടെയെങ്കിലും പോയിട്ട് വരാം, കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കേൾക്കും. പിന്നെ ഉടനെ അവൻ കൂട്ടിക്കൊണ്ട് പോയി കുറേ ദൂരമൊക്കെ ഇറങ്ങി എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ ജാളിയായിട്ട് വരും. പിന്നെ ഇവരിപ്പോൾ കൊണ്ടുപോകുമ്പം വിഷമം അത്ര കൂടുതൽ കാണുമല്ലെന്ന് തോന്നുന്നു. ഇനി കൊണ്ട് വിട്ടിട്ട് വരുമ്പോഴാണ് അവർക്ക് അത്രയും വിഷമം. അവൾ ഭയങ്കര ഹാപ്പി ആയിരിക്കണം. ഞാനും ഒരു സങ്കടവും ഇല്ലാത്ത പോലെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി എഴുതി അറിയിക്കണേ. ഓക്കെ.